ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലെ പെരിങ്കള്ളിയായ നീലിമ പിടിക്കപ്പെട്ടു. സുധി ആ റിസപ്ഷനിലിരിക്കുന്ന പെണ്ണോട് പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ചുനാൾ മുമ്പ് ഇവിടുന്ന് കാനഡയിൽ പോയിരുന്നു. എനിക്ക് പുള്ളിക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു. കുറച്ചുനാൾ മുമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നാളായി. ഞാൻ ആളിനെ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ ശ്രുതി മൊബൈലിരിക്കുന്ന നീലിമയുടെ ഫോട്ടോ കാണിക്കുവാണ്. ശ്രുതി പറയുക, ഇപ്പോഴും നിങ്ങൾ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുക അല്ലേ? ഇല്ല, ഞാൻ പണ്ടേ ഡിലീറ്റ് ചെയ്താ. പിന്നീട് എപ്പോഴോ ഇങ്ങോട്ട് കയറി വന്നതാ. ഇവിടുന്ന് കാനഡയിലോട്ട് പോയ ആൾക്കാരുടെ ലിസ്റ്റ് നോക്കിയാലേ ഇവളെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. ഇവളുടെ അഡ്രസ്സൊക്കെ. അഡ്രസ്സൊന്ന് കിട്ടിയിരുന്നെങ്കിലേ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. കാര്യം എന്തായിരുന്നു? അങ്ങനെ അവിടെ റിസപ്ഷനിലിരിക്കുന്ന ആ കുട്ടി ചോദിച്ചപ്പോൾ ശ്രുതി പെട്ടെന്ന് കുറച്ച് കാശിൻ്റെ കാര്യമായിരുന്നേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയുടെ കാലിനൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുവാണ്, നീലിമ ഈ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടാണേ. പെട്ടെന്നേ അവളുടെ അച്ഛമ്മ മരിച്ചു. ആ വിവരം അവളെ ഒന്ന് അറിയിക്കാനാ. ഒരു കള്ളം പറയാനോ അത് മറയ്ക്കാനോ അറിയാത്ത ശ്രുതി പറയും, ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതുകൊണ്ട് അവളെ ഈ വിവരം പെട്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാന്ന് പറഞ്ഞിട്ടേ അവരുടെ കോൺടാക്റ്റ് നമ്പറൊന്നും നിങ്ങളുടെ കയ്യിലില്ലേ? അത് പിന്നെ അവൾ കാനഡയ്ക്ക് പോയപ്പോഴേ കോൺടാക്റ്റ് നമ്പറൊക്കെ നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, അവളവിടെ അച്ഛമ്മയായിട്ട് വഴക്കിട്ടാ കാനഡയ്ക്ക് പോയത്. എത്രയ്ക്കായാലും അവളുടെ അച്ഛമ്മയല്ലേ. അപ്പം നമ്മളത് അറിയിക്കാതിരിക്കുന്ന തെറ്റല്ലേ? പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഞങ്ങളുടെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കാറില്ല. ശ്രുതി ചോദിക്കുമോ, അയ്യോ അതെന്താ അങ്ങനെ? അതെ, ഞങ്ങളുടെ ഒരു പോളിസിയാ. അതെന്തൊരു പോളിസി? ഒരു മരണകാര്യം പോലും പറയാൻ പറ്റാത്ത പോളിസി. ശ്രുതി പറയുക, നിങ്ങളുടെ പോളിസിയൊക്കെ വളരെ നല്ലത് തന്നെ. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് മനുഷ്യത്വമൊക്കെ കാണിക്കണ്ടേ? അച്ഛമ്മയെ അവസാനമായി ഒരു കൊച്ചുമകൾ കാണേണ്ട കാര്യം ഈ പോളിസിയൊക്കെ പറഞ്ഞ് നമ്മൾ ഇല്ലാതാക്കണോ? മാഡം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഹെഡ് ഓഫീസിൽ നിന്നുള്ള പെർമിഷൻ വന്നെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് ഹെഡ് ഓഫീസിൽ ശ്രമിച്ചു നോക്ക്. ഇവിടെ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു വല്ലാത്ത ചതിയായിപ്പോയല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് പറഞ്ഞ് ശ്രുതിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശ്രുതി? ഹെഡ് ഓഫീസിൽ പോയാലൊന്നും ഡീറ്റെയിൽസ് തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശ്രുതി എന്താ കരുതിയിരിക്കുന്നത്? നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നോ? കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും ഞാനിതിങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രുതിയുടെ വകയൊരു പുകഴ്ത്തിൽ, ഇതായി എനിക്ക് നിന്നോട് കൂടുതൽ ഇഷ്ടം. ഒരു കാര്യം തോന്നി അത് ഇറങ്ങിത്തിരിച്ചാൽ അത് സാധിക്കാതെ പിന്നെ നീ പിന്നോട്ടില്ല. അകത്തോടെ ആ പെണ്ണിൻ്റെ അടുത്ത് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ശ്രുതി ഇത്രയ്ക്കൊക്കെ കള്ളം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് പിന്നെ ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ കള്ളം പറഞ്ഞത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ശ്രുതി. അല്ലെങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ സത്യം പറയാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നാലേ ശ്രുതി, നമുക്കിനി അങ്ങോട്ടുള്ള ഭാവി പരിപാടികളൊക്കെ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുക, എന്തൊരു കിഴങ്ങൻ, ഇവനെയും കൊണ്ട് പോയതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ സമയത്ത് നീലിമ സച്ചിയുടെ കാറിൽ തന്നെ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. നീലിമ ഫോൺ എടുത്ത് വെച്ച് ശ്രുതിയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ശ്രുതിയായിട്ട് ജീവിച്ചതെല്ലാം ഇങ്ങനെ ഓർക്കുവാണ്. അവനെ വഞ്ചിച്ച കഥകളൊക്കെ ഓർത്ത് അവൾക്ക് ചിരി വരുക. എനിക്കെൻ്റെ ശ്രുതി മാത്രമേ ഉള്ളൂ, അതെപ്പോഴും ഓർമ്മയുണ്ടായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നീലിമ ശ്രുതിയുടെ മാറിലോട്ട് ഇങ്ങനെ വീണ് കെട്ടിപ്പിടിച്ചോണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ നിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല നീലിമേ, എന്ത് സംഭവിച്ചാലും. കേട്ടോ ശ്രുതി അങ്ങനെ പറഞ്ഞപ്പോഴേ എൻ്റെ വയറ്റിലൊരു അനക്കം. വയറ്റിൽ കിടക്കുന്ന ആളത് കേട്ടെന്നാ തോന്നുന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞ പൊട്ടനെ പറ്റിച്ച കഥകളൊക്കെ ഓർത്ത് അവൾക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ്റെ 50 ലക്ഷം രൂപ അവിടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ടങ്ങ് മാറ്റി. അങ്ങനെ ശ്രുതിയുടെ 50 ലക്ഷം രൂപയും അടിച്ചിട്ട് അവനെ ഭംഗിയായിട്ടങ്ങ് തേച്ചിട്ടാണ് അവൾ കാനഡയ്ക്ക് പോയത്. സച്ചി നീലിമയോട് ചോദിക്കുന്നത്, മാഡം എവിടെ നിന്നാണ് വരുന്നത്? അത് ഞാൻ കാനഡയിൽ നിന്ന് വരുക. അല്ല, എവിടെ ചെന്നാലും കാനഡയിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ കാനഡയിൽ പോകണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ചിലരൊക്കെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മേഡം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. മേഡത്തിൻ്റെ സ്വന്തം സ്ഥലം എവിടെയാ? എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ തന്നെയാണ്. ഇപ്പം ഞാൻ കാനഡയിലാണെന്നേ ഉള്ളൂ. അല്ല മാഡം, ഈ കാനഡയിൽ എങ്ങനെയൊക്കെയാ? അതെന്താ, നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ? അതില്ല. എൻ്റെ വീട്ടിലൊരാളെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ. ആ സ്ഥലം കൊള്ളാവോ മാഡം? കൊള്ളാം മാഡം. അവിടെ ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടമില്ലേ? ഉണ്ടല്ലോ, നയാഗ്ര ഫാൾസ്. അമേരിക്കയുടെയും കാനഡയുടെയും ബോർഡറിലാണ് നയാഗ്ര ഫാൾസ്. അപ്പോഴീ അമേരിക്കയും കാനഡയും അടുത്തടുത്ത രാജ്യങ്ങളല്ലേ മാഡം? മാഡം അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനവിടെ ബിസിനസ് ചെയ്യുന്നു. മാഡം കുറേ ദിവസം നാട്ടിൽ കാണുമോ? ഇല്ലില്ല, ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി വന്നതാ. നാളെ രാത്രി ഞാൻ തിരിച്ച് കാനഡയ്ക്ക് പോകും. വർത്തമാനത്തിനിടയിൽ നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചില്ല. എൻ്റെ പേര് സച്ചി. സച്ചി, നാളെ മോർണിംഗേ എന്നോടൊപ്പം രജിസ്ട്രേഷൻ നടക്കുന്നിടത്തോടൊന്ന് പോകാൻ വരാൻ പറ്റുമോ? ഞാൻ വരാമല്ലോ.
മാഡം എനിക്കൊരു ഡൗട്ട്, ഈ കാനഡയിൽ പോകുന്നതിന് കുറേ കാശ് വേണോ? അതെന്താ സച്ചി അങ്ങനെ ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊരാളെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുവാന്ന്, അതിന് 14 ലക്ഷം രൂപ കെട്ടണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഏജൻസി മുഖാന്തരം പോകുമ്പോൾ അവർ പറയുന്ന കാശൊക്കെ കൊടുക്കേണ്ടി വരും. അല്ല മാഡത്തിന് എവിടെയാണ് പോകേണ്ടത് അത് ചോദിച്ചില്ല. ഞാൻ പറയാം, ഇപ്പോൾ സ്ട്രെയിറ്റ് പോകും. വീട്ടിൽ വന്നിട്ട് ശ്രുതിയും കൂടെ നീലിമയെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആലോചിക്കുവാണ്. നമ്മളിനി എങ്ങനെ കണ്ടുപിടിക്കും ശ്രുതി? അതെ, നീലിമയ്ക്ക് ആരെങ്കിലും സുഹൃത്തുക്കൾ ഇവിടെ എങ്ങാണോ ഉണ്ടോ? ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവിടെ ക്ലോസ് ഫ്രണ്ടാ, പക്ഷെ അവിടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ശ്രുതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കേ അവിടെ പോയി SI ആയിട്ടൊന്ന് സംസാരിക്കാം, അതിനുശേഷം നമുക്ക് അടുത്ത നീക്കത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ആ സമയത്ത് ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അമ്മേ? അതെ, നിങ്ങൾ എളുപ്പമൊന്ന് റെഡിയായിക്കേ, നമുക്കൊരിടം വരെ ഒന്ന് പോകണം. എവിടെ അമ്മേ? നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായോ? ഞാൻ അന്നേരേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ വഴിപാട് നടത്തണം, നമ്മുടെ ദോഷങ്ങളൊക്കെ മാറണമെന്ന്. എടാ പൊട്ട, നിനക്കല്ല, ഞാൻ ശ്രുതിക്ക് വേണ്ടിയാ. ശ്രുതിക്കോ? ആ എടീ മോളെ, നിന്റെ അച്ഛനെ പുറത്തിറക്കണ്ടേ? എവിടുന്ന് പുറത്തിറക്കാൻ? ഇത് അറിയാതെ വായിന്നങ്ങ് വീണുപോയതാ. നീ എന്താ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? നിന്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലല്ലേ ഉള്ളത്, അവിടുന്ന് നമുക്ക് പുറത്തിറക്കണ്ടേ? ആ അതെ ആൻറ്റി, ഊണിലും ഉറക്കത്തിലും എനിക്ക് ആ ഒരു ചിന്തയേ ഉള്ളു. നമുക്കേ അരനാട് ദേവീക്ഷേത്രത്തിൽ പോയി പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. വളരെ ശക്തിയുള്ള ദേവിയാണ് അവിടെ ഉള്ളതെന്ന് ഫാമ പറഞ്ഞിരുന്നു. ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം വ്രതം എടുക്കണം. വ്രതം എടുക്കണമെന്നോ? ആ വ്രതം എടുക്കണം. സ്ത്രീകളെ ശയനപ്രദക്ഷിണം നടത്തുന്ന ക്ഷേത്രമാണ് അത്. നീ അവിടെ ശയനപ്രദക്ഷിണം നടത്തണം. ആൻറ്റി എന്തുവാ പറയുന്നേ? അതുമാത്രമല്ല, ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണവും കഴിക്കാവൂ, അതും വെജിറ്റേറിയൻ മാത്രം. ഇറച്ചിയും മീനും ഒന്നും കഴിക്കുകയോ ചെയ്യല്ലേ. നീ കഠിന വ്രതം എടുക്കണം, എങ്കിലേ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂ. ആൻറ്റിയും വ്രതം എടുക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഞാൻ എന്തിൻ്റെ വ്രതം എടുക്കണം? എൻ്റെ അച്ഛനാണോ ജയിലിൽ കിടക്കുന്നത്? കഠിന വ്രതം നീ എടുത്തെങ്കിലേ അച്ഛൻ പുറത്ത് വരത്തുള്ളൂ. ആൻറ്റി, മലേഷ്യയിലെ വക്കീലന്മാരെല്ലാം അച്ഛനെ പുറത്തു കൊണ്ടുവരാൻ പ്രയത്നിക്കുന്നുണ്ട്, അത് അവർ ചെയ്തോളും. ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വിഡ്ഢിത്തരം മാത്രം എഴുന്നള്ളിക്കുന്ന ശ്രുതി പറയുക, അമ്മേ ദൈവം ജഡ്ജിയാണോ മലേഷ്യയിലെ അവിടെ അച്ഛനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ? എടാ, നിന്റെ ഇങ്ങനെയുള്ള സംസാരം കാരണമാടാ നീ നിലയിൽ തന്നെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യത്തിൽ ആരും തൊട്ട് കളിക്കരുത് ശ്രുതി. 48 ദിവസമാണ് നീ വ്രതം എടുക്കേണ്ടത്. ഈ 48 ദിവസവും നീ പായി വിരിച്ച് തറയിൽ കിടക്കണം. ശ്രുതിക്ക് വീണ്ടും സംശയം, അമ്മേ തറയിൽ പാവിരിച്ച് കിടന്നാലേ അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കിടക്കാം അല്ലേ? അങ്ങനെ കിടക്കണ്ട, അവൾ താഴെ പായി വിരിച്ച് കിടക്കും, നീ കട്ടിലേലും. അയ്യോ അമ്മേ, ഞാൻ ഒറ്റയ്ക്ക്. അല്ലടാ അമ്മേ, ഞാൻ തനിയെ കിടക്കണോ ഈ 48 ദിവസവും? നിങ്ങൾ എളുപ്പം റെഡിയാവും, കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങളോടൊപ്പം ക്ഷേത്രത്തിലുണ്ടാവും. ശ്രുതി, എന്നെ കൊണ്ട് വ്രതമൊന്നും എടുക്കാൻ പറ്റത്തില്ല. അയ്യോ, ഇക്കാര്യത്തിൽ അമ്മ വളരെ സ്ട്രിക്റ്റാ. അല്ല, നിങ്ങളിതോടെ പോവാ, ഞാൻ കടയിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. വേണ്ട, നിങ്ങളിപ്പോൾ കടയിലെങ്ങും പോകണ്ട, നമുക്കിപ്പോൾ എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോകണം. ഈ സമയത്തോ? എന്താ ഈ സമയത്ത് പോയാൽ? നിങ്ങൾ രേവതി ഒന്ന് വിളിച്ചേ. നിനക്കെന്താ വിളിച്ചാൽ? നിങ്ങൾ വിളിക്കുമെന്ന് രവിയേട്ടാ. രേവതി ഇങ്ങോട്ടൊന്ന് വാ മോളെ. ശ്രീകാന്തേ, വർഷേ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് വന്നപ്പോൾ അമ്മ പറയുക, ഇടാ എളുപ്പം ഒന്ന് റെഡിയാകും, നമുക്കൊന്ന് പുറത്തു പോകണം. വർഷ ചോദിക്കുന്ന സിനിമയ്ക്ക് പോകാനാണോ അമ്മേ? നമ്മളെല്ലാവരുടെ ഒന്ന് പുറത്തു പോയിട്ട് കുറേ നാളായല്ലോ. സിനിമയ്ക്കൊന്നും അല്ല വർഷേ, ക്ഷേത്രത്തിൽ പോകാനാ. ശ്രുതിയുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് വിടണ്ടേ, നമുക്കതിന് പോയി പ്രാർത്ഥിക്കാം. എൻ്റെ ആൻറ്റി, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ശ്രുതിയുടെ അച്ഛനെ ഇറക്കി വിടുമെന്ന് ആരാ പറഞ്ഞ്? ശ്രുതി 48 ദിവസം വ്രതം എടുക്കാൻ വേണ്ടി പോവാ. എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിക്കണം, എന്നാലേ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് വിടത്തുള്ളൂ. രേവതി പറയുക, വ്രതം എടുക്കുമ്പോഴേ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, മത്സ്യവും മാംസവും ഒന്നും കഴിക്കാൻ പാടില്ല, തറയിൽ പായ് വിരിച്ച് വേണം കിടക്കാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രുതിക്ക് ഇതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അമ്മേ, വ്രതം എടുക്കുന്നതേ വളരെ കഠിനമായ കാര്യമാണ്. എനിക്കറിയാവുന്ന കുറേ പേരിങ്ങനെ വ്രതം എടുത്തിട്ട് പാതി വഴിയിലെ നിർത്തി. ചിലർക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ശ്രുതി പിറന്നതും വളർന്നതും മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇതൊന്നും ഒട്ടും ശീലം കാണില്ല. ശ്രുതിക്ക് പറ്റുമോ 48 ദിവസം കഠിനമായ വ്രതം എടുക്കാൻ? എനിക്കെങ്ങും പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാവുന്ന ഒരു ചേച്ചി വ്രതം തുടങ്ങി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ഇറച്ചിയും മീനും ഒക്കെ കഴിച്ച് അന്ന് തന്നെ അവർ അവരുടെ കൈയുടെ എല്ലും പൊട്ടി. രേവതി ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രുതിയും അയ്യോ എന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുവാണ്. ശ്രുതി പറയുക, ആൻറ്റി എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നത്? അത് കേട്ടിട്ട് വർഷ പറയുക, അതിന് ഞങ്ങളാരും അല്ലല്ലോ കഷ്ടപ്പെടുന്നത്, ശ്രുതിയല്ലേ. ആൻറ്റി, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. ശ്രുതി ചേച്ചിയുടെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിയമത്തിന് മുന്നിൽ തെളിയിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റൂ. അല്ലാതെ ചേച്ചി ഇവിടെ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും നടക്കത്തില്ല. രവി പറയുക, വർഷേ ശ്രുതിയുടെ അച്ഛൻ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്,
അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇനി ആരും ഒന്നും തർക്കിക്കേണ്ട, എല്ലാവരും ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായിക്കോ. രേവതി, നീ സച്ചിയേക്കടെ വിളിക്ക്. ക്ഷേത്രത്തിൽ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. നീ വിളിച്ചാൽ അവൻ വരും. അങ്ങനെയൊന്നുമില്ലമ്മേ, ശരിയായ കാര്യം ആര് പറഞ്ഞാലും അദ്ദേഹം കേൾക്കും. ഇപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചാൽ, ഇവിടുത്തെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛൻ പുറത്തിറങ്ങുമോ എന്ന് എന്നോട് ചോദിക്കും. മോളെ, കുടുംബത്തിലെ എല്ലാവരും വേണം, അവൻ മാത്രം വരാതിരുന്നാൽ എങ്ങനെയാ? അച്ഛൻ പറഞ്ഞെന്ന് അവനോട് പറ. മോള് വിളിച്ചേ അവനെ. അങ്ങനെ രേവതി സച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല, ഓട്ടത്തിലാണ് ഞാൻ. ഒരാളെ എനിക്ക് ഹോട്ടലിൽ കൊണ്ട് വിടണം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ പറ്റൂ. എന്തിനാ രേവതി നീ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? കാര്യം പറ. ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ശ്രുതിയെ കൊണ്ട് എന്തൊക്കെയോ പരിഹാര കർമ്മങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്യിപ്പിക്കണമെന്ന്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്താലേ മലേഷ്യയിൽ അവിടെ അച്ഛനെ അങ്ങ് മോചിപ്പിക്കുമോ? അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ സച്ചിയേട്ടാ. വിശ്വാസമുള്ളവർ പോട്ടെ, അതിനെന്തിനാ എന്നെ വിളിക്കുന്നേ? ഞാൻ വരുന്നില്ല. എന്നാൽ ഞാൻ ഫോൺ അച്ഛൻ്റെ കൊടുക്കട്ടെ. അയ്യോ വേണ്ട, അച്ഛൻ ഇനി വല്ലതുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാൽ വരാതിരിക്കാനും പറ്റില്ല. കാറിലൊരു മേടം ഇരിപ്പുണ്ട്, അവരെ പാതി വഴിയിൽ എനിക്ക് ഇറക്കി വിട്ടിട്ട് വരാൻ പറ്റുമോ? സച്ചേട്ടാ, ഞാൻ അച്ഛനോട് എന്ത് പറയും? എന്നാൽ ഞാൻ വരാം. മാക്സിമം ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, സച്ചിൻ നീലിമയും കൊണ്ടാണ് കാറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സച്ചിന് നീലിമ ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ സച്ചിൻ നീലിമയെ ശ്രുതിയുടെ മുന്നിൽ കൊണ്ട് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.